ഈ അബ്ദുൽ അസീസ് എന്ന വഹാബി തമ്മാടി ബ്രിട്ടന്റെ കൈക്കൂലിയായി ചാരപ്പണിക്ക് പൗണ്ട് കൈപ്പറ്റിയിട്ട് ബ്രിട്ടന്റെ കയ്യിൽ ഇന്ന് ചരിത്രരേഖയുണ്ട്. ഇതെങ്ങനെ നിങ്ങൾ ഒഴിവാക്കുക? ബ്രിട്ടന്റെ മ്യൂസിയം ചരിത്രരേഖയും കത്തിക്കുക. ഈ തമ്മാടികളൊക്കെ അല്ലടാ നിങ്ങൾ ഏറ്റി നടക്കുന്നത്. ഈ അമുക്കിനെ പോലത്തെ ആളാരെ മുസ്ലിം ലോകത്ത് ചതിച്ചത്? ഈ അബ്ദുൽ അസീസിനെ പോലെയും ഈ മുസ്തഫ കമാൽ അത്താതുർക്കിനെ പോലെയും അല്ലാത്ത ഈ രണ്ട് തമ്മാടികളല്ലേ മുസ്ലിം ലോകത്തെ ചതിച്ചത്? അദ്ദേഹത്തിന് എഴുതിയ കത്താണ് ഞങ്ങളെ മുന്നിൽ വായിച്ചത്. ഞാൻ വെറുതെ അല്ല, എന്നെ അവർ പുറത്താക്കിയപ്പോൾ ന്യായം പറഞ്ഞു. എന്താ ന്യായം? ഖലീഫ ഖുർആനെതിരാണ്, ഖലീഫ ഖുർആൻ കത്തിക്കുന്ന ആളാണ്, ഖലീഫ സാധാരണക്കാരായ ജനങ്ങളെ കൂട്ടക്കൊല നടത്തുന്ന ആളാണ്, ഖലീഫ ശരിയാത്തിനെതിരാണ്, ഖലീഫ ദീനിനെതിരാണ്, പുണ്യ റസൂലിന്റെ സുന്നത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പറഞ്ഞുണ്ടാക്കി. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഇന്നും വഹാബികൾ എന്താ പറയുന്നത്? ഞങ്ങളാണ് വലിയൊരു, ഞങ്ങൾ നേരെ ഇറങ്ങിയതാണ് അവര്. ആദന്റെ പിന്നെ മക്കൾ എന്ന് പറയാൻ തന്നെ അവർക്ക് ഇടങ്ങേറുണ്ട്, ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങൾ ലൗഹിന്ന് നേരിട്ട് ഇറങ്ങി വന്നാന്ന് പറയാൻ അവർക്ക് പൂടി. ചരിത്രമൊക്കെ ചമച്ച് കിട്ടാത്തതുകൊണ്ടാണ്. മിക്കവാറും ഞങ്ങൾ ആദന്റെ വീട് മക്കളല്ല, ഞങ്ങൾ വേറെ ലൗഹിന്ന് ഇറങ്ങിയൊരു കൂട്ടരാണ് എന്ന് വരെ അവർ പറയും. അതിനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉള്ളതില്ലാതാക്കിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ സുൽത്താൻ നാട് കടത്തി. സുൽത്താൻ 1910 എഴുതിയതാണ്. ഞാൻ പലസ്തീനികൾക്ക് എന്റെ പിതാക്കന്മാർ സംരക്ഷിച്ച ഭൂമി സിയോണിസ്റ്റുകൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. ഇതിനെ കാരണം അവരെനിക്ക് 150 മില്യൺ ബ്രിട്ടീഷ് ഗോൾഡ് പൗണ്ട് തരാമെന്ന് വാഗ്ദത്തം ചെയ്തു. ഞാൻ അതിനും സമ്മതിച്ചില്ല. ഞാൻ അവർക്ക് ഗംഭീരമായ മറുപടി കൊടുത്തു. എന്താ? ഇന്നക്കും ലൗ ദഫഅതും മിൽ അൽ അർദി ദഹബൻ, നിങ്ങൾ ഭൂമി മുഴുവനും സ്വർണം നിറച്ചിരിക്കണമെന്നാലും ഞാൻ ഒരിക്കലും സിയോണിസ്റ്റുകൾക്ക് പലസ്തീൻ കൊടുക്കില്ല. എന്തുകൊണ്ട്? അതിന്റെ വല്യപ്പമാർ സംരക്ഷിച്ചതാണ്. ആ വല്യപ്പമാർ അവിടെ ഉണ്ടാവും, അവരുടെ മുന്നിൽ മുത്തുനബി ഉണ്ടാവും. എനിക്ക് അള്ളാന്റെ കോടതിയിൽ മറുപടി കാണാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കോടതിയിൽ അബ്ദുൽ അസീസിന് വിശ്വാസമല്ല. വഹാബികൾക്ക് എന്താ വിശ്വാസം? വഹാബികളിൽ ഖബർ ശിക്ഷല്ല എന്ന് പറയുന്ന എത്ര വഹാബികളുണ്ട്? എത്ര കേരളത്തിലുണ്ടല്ലോ. സിറാത്ത് വലല്ല എന്ന് പറയുന്നുണ്ട് വഹാബികളോട്. അവർക്ക് എന്ത് വിശ്വാസം? അല്ലല്ല എന്ന് പറയണോ? പറഞ്ഞവരും കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞ എത്ര വഹാബികളുണ്ട്? പിന്നെ നിരീശ്വരവാദിയായി. കേരളത്തിൽ വഹാബി നേതാക്കന്മാരുണ്ട്. ഖബർ ശിക്ഷ ഉണ്ടാവില്ല പറയുന്ന നേതാക്കന്മാർ ഈ അമുക്കിന്റെ പിൻഗാമികളല്ലേ? അവരങ്ങനെ പറയുമല്ലോ. പുണ്യ റസൂലുള്ളാഹിക്ക് ഒരു ഷറഫുമില്ല, പുണ്യ റസൂലുള്ളാഹിക്ക് ഷറഫില്ല. ഇവരുടെ ഏറ്റവും വലിയ താർക്കികനാ പറയുന്നത് റസൂലുള്ളാഹിന്റെ കുടുംബം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് തെളിവില്ല. ഇനി ഉണ്ടായത്തിന് ആ കുടുംബം കൊണ്ട് നമുക്കൊരു കാര്യമില്ല. ഈ തമ്മാടികളായ വഹാബി കൂട്ടം, ക്രൂരന്മാര്, യഅ്ജൂജ് മഅ്ജൂജ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഖിലാഫത്തിന് അവസാനിക്കാണ് മഹാനായ അബ്ദുൽ ഹമീദ് ഈ മനുഷ്യനെ പടിയിറക്കി അതിൽ ആഹ്ലാദിച്ച വഹാബികൾക്ക് വേണ്ടി, അതിൽപ്പെട്ട ഒരു വഹാബിക്ക് വേണ്ടി, പല വഹാബികൾക്ക് വേണ്ടിയും കൊയലൂടി. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് കവിതയാക്കി അയാളെ ഗുരുവാക്കി ചുമന്നെടുക്ക ചില സുന്നി മൗലാനമാര്. അവർക്ക് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞ കുറച്ച് പത്തിയാണ്, അതിലെത്തുന്ന പത്തിയാണ്. തരീഖത്തുകളൊക്കെ ഇസ്ലാമിന്റെ വർത്താനം ഒക്കെ കള്ളത്തൊരീക്കത്താണ്. അപ്പൊ നല്ലൊരാളുണ്ട്, അതാരാ? മുഹമ്മദ് അബ്ദുൽ വഹാബ്. ഇതാണ് സുന്നി സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ കാലഘട്ടത്തിൽ വന്ന ഭീമമായ അബദ്ധങ്ങളാണ്. ഈ അബദ്ധങ്ങൾ പരിഹരിച്ച് മതിയാവൂ. ഖുലാസത്തുൽ ബയാനി ഫി ബഅദി മആസിരി മൗലാന സുൽത്താൻ അബ്ദുൽ ഹമീദ് الثاني വഅജ്ദാദിഹി ആൽ ഉസ്മാൻ എന്ന പേരിൽ ഒരു റിസാല എഴുതിയിട്ടുണ്ട് അല്ലാമ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ലൗലാ അൻ മന്നല്ലാഹു അലൽ മില്ലത്തിൽ ഇസ്ലാമിയ്യ വൽ ഉമ്മത്തിൽ മുഹമ്മദിയ്യ, ഇസ്ലാമിനും ഈ സമുദായത്തിനും അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ബിഹാഉലായിൽ ഉസൂദിഹി, ഈ സിംഹക്കുട്ടികളെ കൊണ്ട്, ഈ സിംഹക്കുട്ടികളെ കൊണ്ട്. ആര്? ആലി ഉസ്മാൻ തുടങ്ങിയ അബ്ദുൽ ഹമീദ് രണ്ടാമിൽ അവസാനിക്കുന്ന ഈ സിംഹക്കുട്ടികളെ കൊണ്ട് മുസ്ലിം സമുദായത്തിന് അള്ളാഹു അനുഗ്രഹം ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവരെന്ത് ചെയ്തത്? ജമഉ ശംലൽ ഉമ്മത്തിൽ മുഹമ്മദിയ, അവര് ഉമ്മത്തുൽ മുഹമ്മദിയയെ ഏകോപിപ്പിച്ചു. ബഅദ തസന്നുതിഹാ, അവര് വരുന്ന കാലത്ത് വിഭിന്നമായ ഗ്രൂപ്പുകളായി, രാജ്യങ്ങളായി പോരടിച്ചവരെ അവരൊന്നിപ്പിച്ചു. ഇസ്ലാമിയ ബഅദ തഅദ്ദുദിഹാ, നാട്ടുരാജ്യങ്ങൾക്ക് പകരം ഒറ്റ ഖിലാഫത്താക്കി. അതിക്രമികളെ മുഴുവനും അവർ അമർച്ച ചെയ്തു. അതാത് കാലഘട്ടത്തിലെ ഖവാരിജിനെയും അവർ നിലക്ക് നിർത്തി.
ബിൽബിലാദിൽ മിസ്രിയ വശമിയ വൽ ഇറാഖിയ വൽ യമനിയ. ഏതൊക്കെ നാടുകളിൽ അതിക്രമികൾ ഉണ്ടാവുമ്പോഴും അവർ നിലക്ക് നിർത്തി എല്ലായിടത്തും. വസ്തൗലു അലാ ജമീഇ ബിലാദിഹിം വതശറഫു ബിഖിദ്മത്തിൽ ഹറമൈൻ ശരീഫൈൻ വൽ ഖുദ്സ് ശരീഫ് വസായിരി മറാഖിദിൽ അംബിയാഇ അലാ നബിയിനാ വഅലൈഹിം അസ്സലാത്തു വസ്സലാം. എല്ലാ ഇടത്തും അവർ അധികാരം സ്ഥാപിച്ചു. അമ്പിയാക്കന്മാരുടെ മക്ബറകള്, പുണ്യപ്പെട്ട സ്ഥലങ്ങള്, അവിടെയെല്ലാം അതോട് യോജിച്ച മഹത്വങ്ങൾ അവർ നിലനിർത്തി. വളമ്മു ജമീഅ ദാലിക ഇലാ അബ്കാരി ഫുതുഹാതിഹിം അൽ ഉസ്മാനിയ അല്ലതി അശ്ബഹത് അൽ ഫുതുഹാത് അൽ ഉമരിയ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതി അവർ ഭൂമിയിൽ നടപ്പിലാക്കി. ആരാ എഴുതുന്നത്? സച്ചാൻ ഉമരിയ ഖിലാഫത്ത് മടങ്ങി വന്നു. ആരാ എഴുതുന്നത്? അല്ലാമ യൂസുഫ് നബഹാനി. മുസ്ലിം ഉമ്മത്തിന്റെ ബെൽറ്റ് ഏറ്റവും വലിയ വിശാലമാക്കി. അന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ബെൽറ്റ് യൂറോപ്പ്, ആഫ്രിക്കയും ഏഷ്യ ഒറ്റ ബെൽറ്റ്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല. 1909 ഏപ്രിൽ 27 വരെ കഴിഞ്ഞിട്ടില്ല. പരമാവധി അവർ അതിലേക്ക് അവർ കൂട്ടിച്ചേർത്തു. മിനൽ മമാലിക്, പരമാവധി ഏരിയകൾ. വല്ലാതെ പ്രസന്നപൂർണമായി അൽ മില്ലത്തുൽ മുഹമ്മദിയ, എവിടെയും പ്രകാശപൂരിതമായി ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏത് രാഷ്ട്രത്തെക്കാളും ഉസ്മാനിക രാഷ്ട്രം മികച്ചു നിന്നു. പുണ്യ റസൂലുള്ളാഹിന്റെ ശരീഅത്തിനെ അവർ ബഹുമാനിച്ചു. സയ്യിദന്മാരും പണ്ഡിതന്മാരും അവരിൽ നിന്ന് അവർക്ക് ലഭിച്ചു പരമാവധി ബഹുമാനം, ഇക്റാം പരമാവധി ഔദാര്യം. ആർക്കെല്ലാം? സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും. ഫലഹും വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ഉസ്മാനികൾക്കാണ്. ബിദാലിക നിഅമ വൽ മിന്ന അലാ കുല്ലി മുസ്ലിമിൻ അലാ വജ്ഹിൽ അർളി മിൻ സമാനിഹിം ഇലാ ഖിയാമിസ് സാഅ. അവരെ കാലം മുതൽ അന്ത്യനാൾ വരെയുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും അവരോട് ബാധ്യതയുണ്ട്. അവരെ പ്രശംസിക്കുകയും അവർക്ക് വേണ്ടി പാത്തോടുകയും അവർക്ക് വേണ്ടി നല്ല പറയുകയും ചെയ്യും. ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് 1930 മഹാന്മാർ യൂസുഫ് നബഹാനി വഫാത്താവുന്നത് എല്ലാ കാലത്തുമുള്ള മുസ്ലിമീങ്ങൾ മക്കൾ മക്കൾ പേരമക്കൾ ബാപ്പ വല്ലിപ്പ ഇന്നും അവരെ മഹത്വം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചില്ലറ യുവ തുർക്കികളും ചതിയന്മാരായ വഹാബികളും ബ്രിട്ടീഷിൽ നിന്ന് പണവും ആയുധവും പറ്റിയവരല്ലാത്തവരെല്ലാം ഇന്നും ഈ മഹാന്മാരെ നന്മ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാന്റെ തൗഫീഖിനാൽ ഇത് ഖിയാമത്ത് നാൾ വരെ ആയിരിക്കും. കാരണം അവരോട് ദേഷ്യപ്പെടുകയില്ല. അല്ലാഹുവാണ് സത്യം, അവരോട് ദേഷ്യപ്പെടുകയില്ല. മുസ്ലിമീങ്ങളിൽ നിന്ന് ഇല്ലാ മൻ കാന മുനാഫിഖൻ, മുനാഫിഖായവനല്ലാതെ. അപ്പൊ ആരുടെ മുനാഫിഖ്? വഹാബി. ആരുടെ മുനാഫിഖ്? വഹാബി. റസാഖായ റബ്ബിനെ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, മുസ്ലിയാക്കന്മാരെ, അബ്ദുർ റസാഖിനെ വിശ്വസിക്കല്ലേ, റസാഖിനെ വിശ്വസിക്കി. അള്ളാഹിനെ വിശ്വസിക്കണം. അള്ളാഹിന്റെ അടിമനത്തിനെ പേടിക്കണേ. അവരോട് ദേഷ്യപ്പെടുകയില്ല. അല്ലാഹുവാണ് സത്യം, ഇവരോട് ദേഷ്യപ്പെടുകയില്ല. മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽ നിന്ന് ഇല്ലാ മൻ കാന മുനാഫിഖാ, മുനാഫിഖ് ആയിട്ടുള്ളവനല്ലാതെ, ഔ ലഈഫൽ ഈമാൻ, അല്ലെങ്കിൽ ഈമാൻ ലഈഫായവനല്ലാതെ, ഔ കാന ജാഹിലൻ, അല്ലെങ്കിൽ ജാഹിലായിട്ടവനല്ലാതെ. ദലീൽ തരികണ്ടാവും, ഉള്ളിൽ ജാഹിലായിരിക്കും. لما لهم على هذه الأمة المحمدية والإسلامية الإسلامية من الإحسان. അവർ ചെയ്തു കൂട്ടിയ നന്മകൾക്ക് കയ്യും കണക്കുമില്ല. വകുതുബു താരീഖ്, താരീഖിന്റെ കിതാബുകൾ, വൈറുഹ, അല്ലാത്ത കിതാബുകളും മഹ്ശൂനത്തുൻ, നിറക്കപ്പെട്ടതാണ്. ബിമാ ലഹും മിനൽ അയാദിൽ ബൈളാ, ശുദ്ധമായ വെളുത്ത കൈകൾ എഴുതിയ, അതായത് കൈക്കൂലി വാങ്ങി എഴുതിയതല്ല എന്നർത്ഥം. മിനൽ അയാദിൽ ബൈളാ, വെളുത്ത കൈകൾ എഴുതിയ കിതാബുകൾ. വന്നിഅമിൽ ഗറാ അലൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, അവർ ചെയ്ത അനുഗ്രഹങ്ങൾ, അവരുടെ കൈയാൽ ഭൂമിയിൽ ഉണ്ടായ നേട്ടങ്ങൾ എത്രയാണ് വെളുത്ത ശുദ്ധന്മാരായ കൈകൾ കൊണ്ട് എഴുതിയിട്ടുള്ളത്. അലൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും. കംബയ്യന അകാബിറുൽ ഉലമാ, എത്ര വലിയ വലിയ ആലിമീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് മനാഖിബോ, ഇവരുടെ മഹത്വങ്ങളെ, ഉസ്മാനികളുടെ മഹത്വങ്ങളെ. വഫളായിലഹും, അവരുടെ ശ്രദ്ധകളെയും. വശറഹു, അവർ ശറഹ് ചെയ്തിട്ടുണ്ട്. മസായാഹും, ഇതിന്റെ ധാരാളങ്ങളെ. വഫവാദിലഹും,
فمنهم إمام العلماء العاملين وقدوة الأولياء العارفين مجدد معالم الطريقة ومسيد أركان الشريعة والحقيقة سيدنا ومولانا السيد مصطفى البكر الصديقي رضي الله عنه. سيبة الحسنين ഹസൻ റളിയല്ലാഹുവിന്റെയും ഹുസൈൻ റളിയല്ലാഹുവിന്റെയും പേരക്കുട്ടിയായ ശൈഖ് ത്വരീഖത്ത് അലിയത്തുൽ ഖൽവത്തിയ ത്വരീഖത്തിന്റെ സമാന്റെ ശൈഖായ ആ മഹാൻ വരെ എഴുതിയിട്ടുണ്ട് ഇവരെ മനാഖിബുകൾ. في شرحه على القصيدة المنفرجة فقال بعد قول صاحبه الإمام الغزالي إمام غزالي رضي الله عنه حتى نصر الإله فعاد الدين عزيزا في منهجه. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ കിതാബിന് വ്യാഖ്യാനം എഴുതിയവർ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ മഹത്വങ്ങളെ കവിതയിലും ഗദ്യത്തിലും പദ്യത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. فتح القسطنطينية الأستاذ الأمجد والخاقان الأوحد السلطان محمد أسكن الله جنة الفردوس മഹാനായ മുഹമ്മദുൽ ഫാത്തിഹ് അല്ലേ പിടിച്ചടക്കിയത് ഏത്? കോൺസ്റ്റാന്റിനോപ്പിൾ. അതിന്റെയൊക്കെ മഹത്വങ്ങൾ വലിയ വലിയ ആലിമീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മുഹമ്മദുൽ ഫാത്തിഹിന് അസ്കനഹുല്ലാഹു ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ താമസിപ്പിക്കട്ടെ. ഇത് ഖൽവത്തിയ ത്വരീഖത്തിന്റെ ശൈഖാണ് എഴുതുന്നത്. ഇത് യൂസുഫ് നബഹാനിയാണ് ഈ കിതാബിലേക്ക് എടുത്തെഴുതുന്നത്. മധുരമുള്ള പാനീയത്തിൽ നിന്നും ചഷകത്തിൽ നിന്നും അള്ളാഹു മുഹമ്മദുൽ ഫാത്തിഹിനെ കുടിപ്പിക്കട്ടെ. ഏറ്റവും സമുന്നതമായ ആ ഒരു വല്ലാത്ത വീട്ടിൽ അള്ളാഹു തആല നമുക്ക് അന്ന് തൗഫീഖ് തരട്ടെ. 857 താരീഖു ഫത്ഹിലഹാ മുനിഹൽ അശിയത്തു ത്വയ്യിബ بلدة طيبة. وفي الحديث حبيب رسول الله صلى الله عليه وسلم حديث لله لتفتحن القسطنطينية കോൺസ്റ്റാന്റിനോപ്പിൾ നിങ്ങൾ പിടിച്ചടക്കും. വനിഅമൽ അമീറു അമീറുഹാ, ആ ഭരണാധികാരിയായിരിക്കും ഏറ്റവും നല്ല ഭരണാധികാരി. വനിഅമൽ ജയ്ഷു ദാലിക്കൽ ജയ്ഷു, ആ പട്ടാളക്കൂട്ടമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ പട്ടാളക്കൂട്ടം എന്ന് പുണ്യ റസൂലുള്ളാഹിന്റെ ഹദീത്ത് ബഹുമാനപ്പെട്ട ഖൽവത്തിയ ത്വരീഖത്തിന്റെ ശൈഖ് ഉദ്ധരിക്കുന്നത് യൂസുഫ് നബഹാനി ഉദ്ധരിക്കുക. ഈ ഹദീസ് ആരെ പറ്റിയാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുങ്ങൾ അല്ലേ? ആ ഭരണാധികാരിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരി എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ഇദ്ദേഹത്തെ പറ്റി അല്ല എന്ന് വഹാബികൾ എഴുതിയിട്ടുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്ത് കള്ളത്തമ്മാടിയായ നാസിറുദ്ദീൻ അൽബാനിയാണ്. ഹദീസിൽ അയാൾക്ക് ആവശ്യമില്ലാത്ത മുഴുവൻ വെട്ടി ദഈഫാക്കി. ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ വരെ 2 കിതാബാക്കി. ഇവിടെ ഒരുത്തൻ കളകളാന്ന് പറഞ്ഞു. വേറെ കിതാബ്. എങ്ങനെ വേറെ കിതാബാണ്? ബുഖാരി ഇമാമിന്റെ കിതാബിന്റെ സ്വഹീഹിനെ എടുത്തുവെച്ചാൽ ബാക്കി ദഈഫ് കളവ് നല്ലതിന്റെ അർത്ഥം. ലൈഫും കളവല്ലേ ബാക്കി? ലൈഫും കളവും തോന്നിയാസം എഴുതിയ ബുഖാരി ഇമാമല്ലേ? ഈ കള്ളൻ, ഈ നാസിറുദ്ദീൻ അൽബാനിയൊക്കെ ചെയ്ത ദ്രോഹം എത്രയാ ഈ സമുദായത്തിന്. ഇമാം ബുഖാരി എഴുതിയാലും പോരാ, ഇമാം ബുഖാരിയുടെ കിതാബിൽ ഇയാൾ ഒപ്പാണ്. അൽബാനി പോലും ഇത് സഹിയാക്കിയിട്ടുണ്ട് എന്ന് പറയണം. ഇയാൾ ആരാ? താനി പിന്തിരിപ്പൻ. അയാളുടെ ശിഷ്യന്മാരാണ് ലോകത്തുള്ള മുഴുവൻ ഭീകരവാദികളും. കേരളത്തിൽ വരെ അയാൾ ശിഷ്യന്മാരുണ്ട് ഇപ്പോൾ. നാസിറുദ്ദീൻ അൽബാനിയുടെ അയാളാരാ? ടെററിസത്തിന്റെ പിതാവ്. അയാളാരാ? സാക്ഷാൽ ഉസാമ ബിൻ ലാദന്റെ ഉസ്താദ്. ആരാ ഉസാമ ബിൻ ലാദൻ? സലഫി വഹാബി, കള്ള വഹാബി. അതാരാ? ഇതൊരു കാട്ടിക്കൂട്ടിയ തോന്നിയാസത്തിന് കൈ കണക്കൂല. എന്തെങ്കിലും ലക്ഷ്യം വഹാബിസം പ്രചരിപ്പിക്കാം. ഇസ്ലാമിനെ അവർ മുടക്കി, സത്യദീൻ അവർ മുടക്കി, ഖിലാഫത്ത് അവർ നശിപ്പിച്ചു. സുബ്ഹാന ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ ഹദീസ് വരെ ഇന്നത്തെ വഹാബികൾ തള്ളി. ഇയാളല്ല, മുഹമ്മദുൽ ഫാത്തിഹിനെ പറ്റി അല്ല ഈ പറയുന്നത്. യഹ്യ ഇബ്നു അഖീബ് തന്റെ കിതാബിൽ ശറഹു ദായിറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന അസ്ലഹത്തു വലി ബഅദ സ്വഹാബ അദ്ദൗലത്തുൽ ഉസ്മാനിയ്യ വലഖദ് കതബനാ ഫി الزبور മിൻ ബഅദി الذിക്രി അന്നൽ അർള യരിസുഹാ ഇബാദിയ സ്വാലിഹൂൻ എന്ന ആയത്തിന്റെ ഉദ്ദേശം ഉസ്മാനി ഖലീഫമാരാണെന്ന്, അതിൽ ഈ ആയത്തിന്റെ സൂചന ഉസ്മാനികളെ പറ്റിയാണെന്ന് ഈ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. وَلَقَدْ كَتَبْنَا فِي الزَّبُورِ مِن بَعْدِ ذِكْرِ أَنَّ الْأَرْضَ يَرِثُهَا عِبَادِيَ الصَّالِحُونَ. ഭൂമി സാലിഹീങ്ങളായ ചില ആളുകൾ അനന്തരം എടുക്കുമെന്ന് എഴുതി പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ ആയത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വ്യാഖ്യാനം, ഒരു വിഭാഗം ആരാണ്? ഭൂമിയെ തമ്മാടികൾക്ക് ശേഷം തമ്മാടികളോട് എതിരിട്ടുകൊണ്ടും യരിസുഹാ ഇബാദിയ സ്വാലിഹൂൻ, എന്റെ സജ്ജനങ്ങളായ ആളുകൾ ഭൂമിയെ അനന്തരമെടുക്കുമെന്ന ആയത്തിന്റെ ഉദ്ദേശം അതിൽ ഒരുപാട് ആളുകളുണ്ട്. ഒരു വിഭാഗം ഉസ്മാനി ഖലീഫമാരാണെന്ന് കിതാബിൽ രേഖപ്പെടുത്തിയതായി യൂസുഫ് നബഹാനി ധരിക്കുന്നുണ്ട്. അത്രയും വലിയ മഹാന്മാരാണ് അവർ. അവർ വലിയ മഹാന്മാരാണ്. ഉസ്മാനിയ ഭരണകൂടം ആദ്യം മുതൽ അവസാനം വരെ
മിൻ തമാമിൽ ഇഹ്സാനി വൻ നുസ്റതി ഫഇന്നഹും ലിദീനില്ലാഹി അൻസാറും വഅവാൻ. അല്ലാഹുവിന്റെ ദീനിന്റെ സഹായികളാണ്, വല്ലാതെ ഗുണം ചെയ്തവരാണ്. ഫഖർ ഫുതിഹ അലാ ഐദിഹിം മാ ലം യുഫ്തഹ അലാ യദി ഗൈരിഹിം മിനൽ ബുൽദാൻ. ലോകത്ത് ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത മഹത്വം അവരെ കൈകാൽ അല്ലാഹു തആല ഭൂമിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ശൈഖ് പറയുന്നു, ഇന്നി ഉഹിബ്ബു ആല ഉസ്മാൻ, ഉസ്മാനികളെ എനിക്ക് ഇഷ്ടമാണ്. ഇമാലഹും മിൻ ഖൈറാത്തിൻ ഹിസാൻ, അവർ ചെയ്തു കൂട്ടിയ നന്മകൾക്ക് കയ്യും കണക്കുമില്ല. വലഹും ഹുസ്നു തദ്ബീരി മിൻ റാജിഹിൽ മീസാൻ, അന്ത്യനാളിലെ മീസാന്റെ കനം കൂട്ടുന്നത് അവർ ഭൂമിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതിൽ പറയാം സ്വേച്ഛാധിപതികളും മോശപ്പെട്ടവരായിരുന്നു. ഇതിൽ പറയാം ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഭരണം മോശമായിരുന്നു. ഇതിൽ പറയാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഭൂമി കണ്ട ഏറ്റവും വലിയ മഹാനാണ്. ഇതിന് പകരം ഒരു സുന്നി താരീഖ് എഴുതിയാൽ പോലും, ഇന്ന് സുന്നി എന്ന് പറഞ്ഞ ഒരു സുന്നി താരീഖ് എഴുതിയാൽ അത് സമസ്ത നമ്മൾ പരിശോധിക്കണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. എന്തുകൊണ്ട്? ഇന്ന് സുന്നി എന്ന് പറഞ്ഞാൽ പലരും സുന്നികളല്ല. അദ്ദേഹം മരണം വരെ വീട്ടിൽ തടങ്ങില്ല. 1918 ഫെബ്രുവരിയിലാണ് അബ്ദുൽ ഹമീദ് രണ്ടാമൻ വഫാത്താവുന്നത്. അതുവരെയും അദ്ദേഹം വീട്ടു തടങ്കലിലാണ്. അദ്ദേഹം വീട്ടു തടങ്കലിലെ കാലമാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തെ ഏറ്റവും സമാധാനപരമായ ജീവിതം അതാണ്. ഖുർആൻ പകർത്തിയ ഖുർആന്റെ കാലിഗ്രഫി നിർവഹിക്കുക, മനോഹരമായ എഴുത്തുകാരനാണ് അദ്ദേഹം. പിന്നെയോ ഇസ്ലാമിനെയും ഹബീബായ നബിയെയും പറ്റി കവിത എഴുതുക, പഠിക്കുക. ബാക്കിയുള്ള നേരമോ തന്റെ മരപ്പണിശാല ഉണ്ടായിരുന്നു. മരപ്പണിശാല അദ്ദേഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാർപ്പൻ്ററാണ് ചെയ്യുക. 1912 ഗ്രീസുകാർ സെലോണിക്ക പിടിച്ചെടുത്തു. യൂറോപ്പിലെ ഗ്രീസിലെ സെലോണിക്കയിലേക്കാണ് അദ്ദേഹത്തെ 1909 ഏപ്രിൽ 27 നാട് കടത്തിയത്. 1912 ഗ്രീസുകാർ സെലോണിക്ക പിടിച്ചടക്കി. ആ ഗ്രീസൊക്കെ ഒരു കാലത്ത് ആരുടെ കയ്യിലാണ്? അബ്ദുൽ കാലത്തിന്റെ കയ്യിലാണ്, ഉസ്മാനി കയ്യിലാണ്. സെലോണിക്കയിലേക്ക് നാട് കടത്തി. പിന്നെ 1912 ഗ്രീസുകാർ യൂറോപ്യന്മാർ സെലോണിക്ക പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹത്തെ തിരിച്ച് ഇസ്താൻബുളിലേക്ക് അയച്ചു. അങ്ങനെയാണ് ഇസ്താൻബുളിൽ തന്റെ കൊട്ടാരത്തിൽ, തന്റെ ബൈലർബേത്ത് എന്ന തന്റെ ബംഗ്ലാവിൽ താമസിച്ചു മരണം വരെ. യുവതുർക്കികൾ അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്വത്തുക്കൾ പോലും അദ്ദേഹത്തിന് വിട്ടുകൊടുത്തില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ തുർക്കി റിപ്പബ്ലിക് പാർലമെന്റിന് കത്തയച്ചു, ഞങ്ങളെ സ്വന്തം സ്വത്ത് വിട്ടുതരണം, കാരണം വീട് പട്ടിണിയിലാണ്. അവസാനമാണ് കുറച്ച് സമ്പത്ത് വിട്ടുകൊടുത്തത്. 1918 ഒന്നാം ലോകം, 17 ഒന്നാം ലോകം അവസാനിച്ചു. 1914 ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങി. അതൊക്കെ നേരിട്ട് കണ്ടു ആര്? അബ്ദുൽ ഹമീദ് രണ്ടാമൻ. 17 അവസാനിച്ചു. മുസ്ലിം രാജ്യങ്ങൾ ചിന്ന ഭിന്നമായി. പറഞ്ഞല്ലോ എനിക്ക് ശേഷങ്ങൾ ഇങ്ങനെയാവും അങ്ങനെയാവുന്നു. അദ്ദേഹം തന്നെ കണ്ടു. 1918 ഫെബ്രുവരി 9 രാവിലെ അദ്ദേഹത്തിന് ശ്വാസകോശ തടസ്സമുണ്ടായി. ശ്വാസകോശ രോഗമുണ്ടായിരുന്നു. ആ രോഗത്തിലാണ് അബ്ദുൽ മജീദ് രാജാവ് അവരെ വാപ്പ മരിച്ചത്. ഇതേ രോഗം അദ്ദേഹത്തിന് മൂർച്ഛിച്ചു. 1918 ഫെബ്രുവരി 9 രാവിലെ അദ്ദേഹത്തിന് ശ്വാസഗതി ക്രമാതീത തടസ്സം നേരിട്ടു. അപ്പോൾ അദ്ദേഹം തനിക്ക് കുളിക്കാനുള്ള സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ ഇപ്പോൾ കുളിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. അത് പറ്റില്ല, അള്ളാഹുവിന്റെ സജ്ജനാകുമ്പോൾ സ്വയം തന്നെ കുളിച്ചൊരുക്കണം എന്ന അദ്ദേഹത്തിന്റെ നിയത്തിനാൽ അദ്ദേഹം ഡോക്ടർമാരെ വാക്ക് സമ്മതിച്ചില്ല. അദ്ദേഹം കുളിച്ചു. വളരെ ഭംഗിയായി കുളിച്ചു വന്ന് കട്ടിൽ കടന്ന് കെലിമയും ചൊല്ലി 1918 ഫെബ്രുവരി 9 രാവിലെ സുബഹി നിസ്കാര ശേഷം ഈ മഹാൻ അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് യാത്രയായി. അദ്ദേഹം പോയപ്പോൾ പിന്നെന്താ ഉണ്ടായത്? അദ്ദേഹത്തിന് ശേഷം പിന്നെ ഒരു ഖലീഫ ഉണ്ടായില്ല. പാവകളുണ്ടായി. പാവകൾ ഇവർ കൊടുക്കുന്ന അപ്പകഷ്ണം കൊണ്ട് ജീവിക്കും. ഒരു പറഞ്ഞോടത്ത് ഒപ്പിട്ട് കൊടുക്കും. ഖലീഫമാരല്ല. ആ കാലഘട്ടത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായത്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഈ പാവകളായ ഖലീഫമാർ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. ബ്രിട്ടന്റെയും യൂറോപ്പിന്റെയും താല്പര്യപ്രകാരം. യൂറോപ്പിൽ നടന്നൊരു പ്രശ്നത്തിന് യുദ്ധത്തിന് പോകേണ്ട ആവശ്യം തുർക്കിക്കണ്ട. അതെന്താ? അറബ് സാധനത്തിന് അറബ് ശാലയൊക്കെ എത്തിച്ചാലല്ലേ ഇതിന് പറ്റുള്ളൂ. 1909 ഫെബ്രുവരി 20 ഇയാൾ ഇറങ്ങിപ്പോണോട് കൂടെ അയാളെ ശല്യം കഴിഞ്ഞ്, ഖിലാഫത്തും കഴിഞ്ഞു. പക്ഷെ എന്തായിട്ടില്ല, ഈ കഷ്ണമൊക്കെ ഇനി ബ്രിട്ടൻ എടുക്കണം. ഇനി അതിന് ന്യായം ഉണ്ടാവണല്ലോ. ഇനി ബ്രിട്ടൻ തന്നെ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കണം. ഈ ഖലീഫ ആരാ ഖലീഫ? ബ്രിട്ടന്റെ ഖലീഫ. പിന്നീട് ഒന്നാം ലോകമഹായുദ്ധത്തിൽ പ്രശ്നമുണ്ടായി. ജർമ്മനി യൂറോപ്പുള്ള പ്രശ്നമാണത്. ആ പ്രശ്നത്തിലേക്ക് അറബ് ശാലയിലേക്ക് നിർബന്ധിക്കപ്പെട്ടതുപോലെ എന്തുണ്ടായി? തുർക്കി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ചേരേണ്ടി വന്നു. എന്തിനാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി ചേർന്ന്? അന്നും അറിയില്ല, ഇന്നും അറിയില്ല.
ആരുടെ താല്പര്യം? ബ്രിട്ടൻ താല്പര്യം. ഉരുവിന്റെ മുതലാളി എന്നെ അറവശാലയിലേക്ക് തള്ളുക, എന്നാലല്ലേ അറക്കാൻ പറ്റുള്ളൂ, അർത്താലല്ലേ വെട്ടി ഓരിയാക്കാൻ പറ്റുള്ളൂ. എന്തിനാണ് തുർക്കി ഒന്നാം ലോകമായുദ്ധത്തിൽ പങ്കെടുത്തതിന് ഇന്നും ചരിത്രകാരന്മാർക്ക് ഒരു തെളിവ് പറയാൻ പറ്റും? അബ്ദുൽ ഹമീദ് രണ്ടാമനുണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തോൽക്കൂല. അവര് അത്ര ശക്തന്മാരാണ്. 3 കോടി പട്ടാളല്ലേ. മുസ്ലിം ലോകത്തിന്റെ ഉള്ളിൽ നിന്ന് യുവ തുർക്കികളും വഹാബികളും ഉസ്മാനിയ ഖിലാഫത്തിനെ തകർത്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അത് തകരില്ല. 1914 മുതൽ 1917 വരെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഞങ്ങൾ എന്തിന് യുദ്ധം ചെയ്യുന്നു എന്ന് പോലും അറിയാതെ തുർക്കികൾ യുദ്ധം ചെയ്തു. 50 ലക്ഷം 42 ലക്ഷം സിവിലിയന്മാരും 8 ലക്ഷം പട്ടാളക്കാരും ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിക്ക് കീഴിൽ മരിച്ചു. എന്തിനെ? ആരെ പ്രേരിപ്പിച്ച്? ബ്രിട്ടൻ. ആരെ പണിയെടുത്ത്? ഖലീഫയെ കൊണ്ട് ഒപ്പിടിക്കാൻ നമ്മൾ പങ്കെടുക്കണം. ആരെ പ്രേരിപ്പിക്കണത്? ബ്രിട്ടൻ പറഞ്ഞതേ ഖലീഫ കേൾക്കൂ. ഏതാ ഖലീഫ? ഖലീഫല്ല, റബ്ബർ സ്റ്റാമ്പ്. അവരെ ചാരനാണ് അത്താതുർക്ക്. കാരണം ബ്രിട്ടൻ ഓരി വെച്ചു കൊടുക്കണമെങ്കിലും ഇങ്ങനത്തെ സംഭവം ഉണ്ടാവണം. അതിന് സൗകര്യം ആര് ചെയ്തു? അത്താതുർക്ക് ചെയ്തു. അത് ചെയ്താലേ എന്തുണ്ടാകൂ? ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ രാഷ്ട്രം എന്ത് ചെയ്തത്? ബംഗൂരിയന്റെയും തിയഡോർ ഹഡ്സലിന്റെയും പ്രതിമ വെച്ചതുപോലെ ആരെ പ്രതിമ വെച്ചിട്ടുണ്ട്? അത്താതുർക്കിന്റെ പ്രതിമ എവിടെ വെച്ചിട്ടുള്ള അതൊരു രസമുണ്ട്. എവിടെയാ? സിയോണില്. അവരെ പ്രധാനപ്പെട്ട കേന്ദ്ര സിയോൺ മലയിലാണ് എന്ത്? മുസ്തഫ അത്താതുർക്കിന്റെ പ്രതിമ വെച്ചിട്ടുള്ളത്. ആര്? ഇന്നത്തെ ഇസ്രായേൽ ഇന്നുണ്ട്. ഇയാൾ എന്ത് പേര് പറഞ്ഞിട്ടാണ് ഇറക്കിയത്? ഖുർആനെതിരാണ് ഖലീഫ, ഹദീസിനെതിരാണ് ഖലീഫ, ശരീഅത്തിനെതിരാണ് ഖലീഫ, മുസ്ലിമിനെതിരാണ് ഖലീഫ. ഇതന്നെ പച്ച നുണ. അപ്പറഞ്ഞ നുണയായിരുന്നു എന്ന് പിന്നീട് അത്താതുർക്കിന്റെ കീഴിലുള്ള ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വായിക്കാം. 1914 മുതൽ തുടങ്ങിയ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയോടൊപ്പം സെൻട്രൽ പർവേസിന്റെ സൈന്യത്തിൽ പോകാൻ തുർക്കി നിർബന്ധിതനായി. എന്തുകൊണ്ട്? യൂറോപ്പ് പറയുന്നല്ലാതെ അന്ന് തുർക്കിക്ക് ചെയ്യാൻ കഴിയില്ല. യൂറോപ്പിന് തുർക്കിയിലേക്ക് ഇറക്കണം, എന്നാലേ തുർക്കി രാഷ്ട്രങ്ങൾ പിടിച്ചടക്കാൻ പറ്റുള്ളൂ. പിടിച്ചടക്കിയാലേ എന്തിനു പറ്റൂ? ഇസ്രായേൽ ഉണ്ടാക്കാൻ പറ്റൂ. ഇതാണ് കഴിഞ്ഞ ഉടനെ ബാൽഫർ ഡിക്ലറേഷൻ വന്നു. എന്താ? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞത് 1917. ഉടനെ ബാൽഫർ ഡിക്ലറേഷൻ വന്നു. എന്താ ബാൽഫർ ഡിക്ലറേഷൻ? ഞങ്ങൾ ഇസ്രായേൽ രാഷ്ട്രമുണ്ടാക്കും. ഇങ്ങോട്ടും ചെയ്തില്ല. പിന്നെ 2ാം ലോക മഹായുദ്ധം വരെ കാത്തുന്നു. അതിന് വേറെ ഉണ്ട്. അതിന് കാരണം എന്താ? ഈ ഖിലാഫത്തിനെ തകർത്ത് ഇങ്ങനെ ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് 80% ഓർത്തഡോക്സ് ജൂതന്മാരും എതിരാണ്. ജൂതന്മാരെ ഇനി അനുകൂലാക്കണം. അപ്പോൾ എന്ത് വേണം? ഹോളോകോസ്റ്റിനെ പുതിയതായി കൊണ്ടുവരണം. അതിനുവേണ്ടി ഒരു കളിപ്പ വേണ്ട. ആര്? അഡോൾഫ് ഹിറ്റ്ലറെ. പിന്നെ പറയാ ഇതെല്ലാം യൂറോപ്പ് നുണയല്ലാതെ പറയുന്നത്. യൂറോപ്പ് എന്ത് പറഞ്ഞാലും നുണയല്ലാതെ. യൂറോപ്പ് ഇപ്പോൾ പകലാന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ആലോചിക്കണം. പകലാണോ? ഏതായാലും ഞങ്ങൾ എന്തിനാണ് യുദ്ധത്തിന് പോകുന്നതെന്ന് തുർക്കിക്ക് അറിയില്ല. കാരണം ജർമ്മനിക്ക് പ്രശ്നം. ജർമ്മനി അന്ന് തുർക്കിയുടെ രാഷ്ട്രമല്ല. പിന്നെ എന്തിനാണ് ജർമ്മനി യുദ്ധത്തിന് പോകുന്നത്? ജർമ്മനിക്ക് പോകാൻ ജർമ്മനി അവിടെ ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകവുമായി ഒരു ബിഷപ്പ് കുടുംബത്തിനെ കൊല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഒന്നാം ലോകമായിട്ടുണ്ടാവുന്നത്. അപ്പോൾ വലിയ ചർച്ചയാണ്, വലിയൊരു വിഷയമാണ്. പിന്നെ പറയാം. ഇതുകൊണ്ടാണ് ഒന്നാം ലോകമായിട്ടുണ്ടാവുന്നത്. ഇതിൽ ഉത്തരവാദികളായതിന്റെ പേരിൽ ജർമ്മനിയുടെ ആശ്രിത രാഷ്ട്രങ്ങളാണ് ഇറങ്ങുന്നത്. അതിൽപ്പെട്ടല്ലോ തുർക്കി. തുർക്കി എന്തിനാ ഇറങ്ങിയത്? തുർക്കി എന്താ ആവശ്യമില്ല. പക്ഷേ തുർക്കി ഇറങ്ങിയിട്ടില്ലെങ്കിൽ തുർക്കിയെ വെട്ടാൻ പറ്റൂല. തുർക്കി വെട്ടണം. അതിനേക്കാൾ വലിയ കാര്യം, ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇതേ ജർമ്മനിയെയും സഖ്യരാഷ്ട്രങ്ങളെയും എതിർ രാജ്യങ്ങൾ തന്നെ റിക്കവർ ചെയ്തു. തുർക്കിയെ റിക്കവർ ചെയ്തില്ല. തുർക്കിയെ കഷ്ണാക്കി ഓരോരുത്തർക്കും കൊടുത്തു. ഇതിനേക്കാൾ വലിയ ചതി എന്താ? ഇതിനുള്ള എല്ലാ കാര്യത്തിലും തമ്മാടിയായ ഇസ്ലാമിന്റെ ശത്രുവായ മുസ്തഫ കമാൽ അത്താതുർക്ക് നിന്നുകൊടുത്തു. ഖബീസ് നിന്നുകൊടുത്തു. ഇപ്പുറത്തെ അബ്ദുൽ അസീസും അയാൾ നിന്നുകൊടുത്തു. അയാൾക്ക് ഇതിന് വേണ്ട അപ്പകഷ്ണമൊക്കെ അയാൾക്കും കിട്ടി. അതിനിടയിൽ അവര് അറബ് ദേശീയത തലക്ക് പിടിച്ച ഒരു തങ്ങളെ വാടക കൊടുത്തു. അതാണ് ഹുസൈൻ ബിൻ അലി. അയാൾക്ക് അതിൻ്റെ ഒരു ആവശ്യമല്ല. അയാളെ തലേക്ക് ഇവര് അറബ് ദേശീയത കയറ്റി. അതായത് തുർക്കിയുടെ കീഴിൽ നിൽക്കേണ്ട നേരത്തെ ചിന്ത ഉള്ള ആളാണ് അയാള്. ഒന്നാം ലോകമായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു? നിങ്ങൾ മക്ക ഓൾറെഡി അയാളെ കയ്യിലുണ്ട്. ആര് കൊടുത്തത്? അബ്ദുൽ ഹമീദ് രണ്ടാമൻ കൊടുത്തത്. ഈ ഹുസൈൻ ബിൻ അലി എന്ന രാജാവിന്റെ കയ്യിൽ മക്ക ഉണ്ട്. അബ്ദുൽ ഹമീദ് രണ്ടാമന് ഗവർണറാണ് ഹുസൈൻ ബിൻ അലി. ആ ഹുസൈൻ ബിൻ അലിയോട് എന്ത് പറഞ്ഞു? അബ്ദുൽ ഹമീദ് ഇറങ്ങിപ്പോയി. എപ്പോഴത്തിന് പോയി? പിന്നെ ബ്രിട്ടൻ തന്നെ എന്ത് പറഞ്ഞു? നിങ്ങൾ മദീന കൂടി പിടിച്ചടക്കിയാൽ മദീന കൂടി നിങ്ങളതാണ്. മദീന അന്ന് ഫഖ്റുദ്ദീൻ പാഷയുടെ കയ്യിലാ. തുർക്കിക്കാരനായ
ധീരനാണ്, വലിയ നല്ല മനുഷ്യനാണ് ഫഖറുദ്ദീൻ പാഷ, വലിയ മനുഷ്യനാണ്. മുസ്തഫ നബിയെ യഖ്ലത്തിൽ നേരിട്ട് കണ്ട മനുഷ്യനാണ് ഫഖറുദ്ദീൻ പാഷ, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അറബ് ദേശീയവാദിയായ ഹുസൈൻ ബിൻ അലി എന്ന ഈ തങ്ങള്, ആ തങ്ങളോട് അറബ് ദേശീയത കയറ്റി ലോറൻസ്, ചാരൻ ലോറൻസ്, ഞാൻ ലോറൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ടി ലോറൻസ്, ആരാ ടി ലോറൻസ്? ബ്രിട്ടീഷുകാരൻ, ഒരു ജാരസന്താനം. അയാളെ ഒരു ജാരസന്താനാണ്. ഞാൻ ജാരസന്താനം കുറ്റം പറയല്ല, എനിക്ക് ഒറിജിനൽ അച്ഛനില്ലാന്ന് അയാളെ സമ്മതിച്ചിട്ടുണ്ട്. ഈ ജാരസന്താനമായ ടി ലോറൻസിനെ നേരെ ഹുസൈൻ ബിൻ അലിയെ നേരെ അയാളെ മൂർച്ച കൂട്ടി. അറബ് ദേശീയവാദിയാണ്. അന്ന് മദീന ഭരിക്കുന്നത് ആരാ? തുർക്കിക്കാരൻ ഫഖറുദ്ദീൻ പാഷ. അപ്പൊ ഇയാളെ തരിപ്പ് കയറ്റി എന്ത് തുർക്കികൾ, തുർക്കികൾ വിട്ടുപോയിട്ട് നിങ്ങളെ തുർക്കികൾ ഭരിക്കണ്ട, അങ്ങോട്ട് നിങ്ങൾ പിടിച്ചിറക്കി കളയും. എന്തിനാ അവിടെ പിടിച്ചിറക്കിയത്? നേരിട്ട് മദീന പിടിച്ചടക്കാൻ വേണ്ടി. വഹാബികൾ ചെന്നാൽ പണ്ടത്തെ പ്രശ്നം പിന്നെയും വരും. അതുകൊണ്ട് എന്ത് മദീന ആദ്യം നേരിട്ട് പിടിച്ചിറക്കി. ആര്? ഫഖറുദ്ദീൻ പാഷയുടെ കയ്യിൽ നിന്ന്. ആര്? ഹുസൈൻ ബിൻ അലി. ഹുസൈൻ ബിൻ അലിയെ തലയിൽ എന്ത് കയറ്റി? അറബ് ദേശീയത. തുർക്കികൾ പോയില്ല, കഴിഞ്ഞ നീ തുർക്കി എന്തിനാ ഇവിടെ ഭരിക്കണത്? ഫഖറുദ്ദീൻ പാഷയോ എന്നെ എന്റെ ഖലീഫ ഏൽപ്പിച്ചതാണ്. ഞാൻ ഒന്നിരിക്കലും മദീന മരിക്കുക, ഞാൻ കൊല്ലുക, അല്ലെങ്കിൽ പിടിച്ചടക്കുക, അല്ലാതെ ഞാൻ മദീന വിട്ടുകൊടുക്കൂല. ഞാൻ ഖലീഫ ഏൽപ്പിച്ചതാണ്. പുണ്യ റസൂലുള്ളാഹി തങ്ങളുടെ നഗരത്തിന്റെ സംരക്ഷണം എന്നെ ഏൽപ്പിച്ചതാണ്, ഞാൻ വിട്ടുകൊടുക്കൂല. യുദ്ധം ചെയ്ത് ദരിദ്രനായി എന്നിട്ട് യുദ്ധം ചെയ്തു. ആര്? ഫഖറുദ്ദീൻ പാഷ. ഹുസൈൻ ബിൻ അലിയോ അറബികളല്ലാതെ അറബികളെ ഭരിക്കണ്ട ദേശീയത. ഇത് റസൂലുള്ളാഹിക്കെതിരാണ്. അറബ് ദേശീയതയ്ക്ക് എതിരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ലാ ഫളല ലിൽ അറബിയ്യി അലൽ അജമിയ്യി ഇല്ലാ ബിത്തഖ്വാ. ഒരു അനറബിയേക്കാൾ അറബി യോഗ്യനാണെന്ന് പറയാൻ പാടില്ലാത്തതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഒരൊറ്റ വാക്ക് ലംഘിച്ചതാണ് ഇന്നത്തെ സൗദി അറേബ്യ. അത് ആര് ലംഘിച്ചു? ഈ തങ്ങൾ ലംഘിച്ചു. ഹുസൈൻ ബിൻ അലി. അയാൾക്ക് രണ്ട് കാര്യം. അയാൾ അതുവരെ ഗവർണറല്ലേ, രാജാവാകളുടെ പൂതി. രണ്ട് അറബ് ദേശീയതയും. അറബ് ദേശീയത ബ്രിട്ടീഷുകാർ തലയേക്കെത്തി. ലോകത്തെവിടെയും ദേശീയതയും വർഗീയതയും തലയേക്കെത്തിയത് ആരാ? ബ്രിട്ടീഷുകാർ. നമ്മുടെ നാട്ടിൽ തന്നെ യൂറോപ്യന്മാർ വരുന്നത് വരെ സന്തോഷത്തിലല്ലേ ഇവിടെ ഹിന്ദു മുസ്ലിം കഴിഞ്ഞു വന്നത്? വർഗീയത ഉണ്ടാക്കിയതാരാ? യൂറോപ്യന്മാര്. ഹുസൈൻ ബിൻ അലിയെ കായികം ആര് കൊടുത്തു? ബ്രിട്ടീഷുകാരും കൊടുത്തു. നേരെ മദീന പിടിച്ചടക്കാൻ പോയി. ആര്? ഈ ജാരസന്താനവും. ആദ്യം എന്ത് ചെയ്തു? മദീനയിലേക്ക് വരുന്ന എല്ലാ സഹായം നിർത്താൻ വേണ്ടി ഹിജാസ് റെയിൽവേ തകർത്തു. ഗ്രീൻലാൻഡിൽ നിന്ന് അങ്ങോട്ട് കടലും കടന്ന് കയറിയാൽ ധ്രുവപ്രദേശം മുതൽ മദീന വരെ ട്രെയിനിൽ നിന്ന് തിയാറത്തിന് വരാവുന്ന ആ ഹിജാസ് റെയിൽവേ അവർ തകർത്തു. 1917 ഇങ്ങനെ തുടങ്ങിയ ഹിജാസ് കീഴടങ്ങി. 1918 അമ്മാൻ 1918 ഏപ്രിൽ 19 അമ്മാൻ കീഴടങ്ങി. 1918 ഡിസംബർ ഡമാസ്കസ് സിറിയ കീഴടങ്ങി. ഇങ്ങനെ ഇതിനൊക്കെ നേതൃത്വം ആർക്കൊടു? തൽക്കാലം ഹുസൈൻ ബിൻ അലിക്ക്. അമ്മാൻ എന്നാൽ ജോർദാൻ, ഡമാസ്കസ് എന്നാൽ സിറിയ. അതൊക്കെ ഹുസൈൻ ബിൻ അലിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ വലിയ രാജാവാക്കാർ. ജോർദാൻ നിങ്ങൾക്ക് തരാ, ഇറാഖും നിങ്ങൾക്ക് തരാ, മദീനയും നിങ്ങൾക്ക്, സിറിയ നിങ്ങൾക്ക്. ഉസ്മാനി ഖലീഫ പോയി, ഇനി വലിയ ഖലീഫ നിങ്ങളായിക്കോട്ടെ തങ്ങളെ എന്ന് പറഞ്ഞ് ടി ലോറൻസിനെ കളിച്ചു. സൈന്യം കൊടുത്തു ബ്രിട്ടൻ. അങ്ങനെ ബ്രിട്ടന്റെ പട്ടാളം ഹുസൈൻ ബിൻ അലിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഹുസൈൻ ബിൻ അലിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അങ്ങോട്ട് പണിയെടുത്തു. അങ്ങനെ സിറിയ ഹുസൈൻ ബിൻ അലിയുടെ പട്ടാളം പിടിച്ചെടുത്തു. അമ്മാൻ പിടിച്ചെടുത്തു. അതേപോലെ തന്നെ ഇറാഖ് പിടിച്ചെടുത്തു. മദീനയാണ് അവസാനം പേര് കയ്യിൽ വരുന്നത്. മദീന മുനവ്വറ 1919 ഫെബ്രുവരി 2 ഫഖറുദ്ദീൻ പാഷയെ ഇവര് തടങ്കലിലാക്കി. പിന്നെന്താണ്ടായത്? ഇതെല്ലാം ഹുസൈൻ ബിൻ അലിക്കിന്റെ കയ്യിലാണ് കൊടുത്തത്. ഹുസൈൻ ബിൻ അലി വലിയ രാജാവുണ്ടായി. രാജാവായപ്പോൾ പിന്നെന്താണ്ടായത്? പിന്നെ വഹാബികൾക്ക് ആയിരം കൊടുത്തു. ഇനി എളുപ്പമാണ്, ഹുസൈൻ ബിൻ അലിനാണ്, പറിച്ചിട്ടാൽ മതി. മക്കയും മദീനയും നേരെ വഹാബികൾക്ക് ആയിരം കൊടുത്തു. ആര്? ഇതേ ബ്രിട്ടൻ. ആദ്യം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഹുസൈൻ ബിൻ അലിക്ക് ആയിരം കൊടുത്തു ബ്രിട്ടൻ. എന്നിട്ട് മദീന പിടിച്ചിറക്കി, സിറിയ പിടിച്ചിറക്കി, ഇറാഖ് പിടിച്ചിറക്കി, ജോർദാൻ പിടിച്ചിറക്കി. ഒരു വലിയ രാജാവായി ഞാൻ ഇങ്ങനെ വാഴുകയാണെന്ന് പറഞ്ഞു. ആര്? ഹുസൈൻ ബിൻ അലി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫലസ്തീൻ ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാക്കുന്നപ്പോൾ ഇയാൾ പറഞ്ഞു അതിന് ഞാൻ സമ്മതിക്കൂല. അപ്പോൾ ബ്രിട്ടൻ മനസ്സിലായി ഇയാളെ പോറ്റാൻ പറ്റൂല. നേരത്തെ കരാറുണ്ടായതിന് പോറ്റാൻ പറ്റിയ കുട്ടികൾ ഇവിടെ ഉണ്ട്. ആര്? വഹാബികൾ. 1915 19 അഭിപ്രായമുണ്ട്. നേരത്തെ അബ്ദുൽ അസീസ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഫലസ്തീന് ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല. അപ്പൊ പിന്നെ പോറ്റാൻ പറ്റിയത് ആരെയാ? സാക്ഷാൽ പോറ്റാൻ പറ്റിയത് വഹാബികളാണ്. ഹുസൈൻ ബിൻ അലിയെ വേഗം എന്റെ സൈപ്രസിലേക്ക് നടത്തി തോൽപ്പിച്ചു. ഹുസൈൻ ബിൻ അലിക്ക് ആയുധം കൊടുത്ത് ഈ ഏരിയകൾ പിടിച്ചടക്കാൻ മുന്നിൽ നിന്ന ഇതേ ബ്രിട്ടൻ ഹുസൈൻ ബിൻ അലി രാജാവ് പോയപ്പോൾ പിറ്റേന്ന് 1000 കൊടുത്തു വഹാബികൾക്ക്.
അങ്ങനെ ഹുസൈൻ ബിൻ അലിയുടെ രാജ്യം ഇയാൾക്ക് രാജാവായി ചില്ലറ ദിവസം ഇരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തിന് ഇയാൾക്ക് കൊടുത്തിരുന്ന അതേ ആയുധം ബ്രിട്ടൻ ആർക്ക് കൊടുത്തു? അബ്ദുൽ അസീസ് കൊടുത്തു. അബ്ദുൽ അസീസ് ഇയാൾ ജിദ്ദ പുറത്ത് ആക്രമിച്ചു, കീഴടക്കി. മക്ക ആക്രമിച്ചു, കീഴടക്കി. മദീന ആക്രമിച്ചു, കീഴടക്കി. ഇയാളെയോ വഹാബികളും ബ്രിട്ടീഷുകാരും സൈപ്രസിലേക്ക് നാടടത്തി. ആരെ? അയാളൊരു കാര്യങ്ങൾ, അയാൾക്ക് മര്യാദയ്ക്ക് ഒരു 10 ദിവസം രാജാവായിരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെയോ ഈ ഹുസൈൻ ബിൻ അലിന്റെ മക്കളെ കയ്യിലായിരുന്നു, പിടിച്ചടക്കിയ ശേഷം മക്കളെ കയ്യിലായിരുന്നു സിറിയയും ഇറാഖും. അവിടെ ജനകീയ വിപ്ലവം ഉണ്ടായി, അതോരെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ഹുസൈൻ ബിൻ അലിയുടെ കയ്യിൽ ആകെ ഉള്ളത് ജോർദാനിലെ എന്തേലും ബ്രിട്ടീഷിന്റെ സഹായത്തോട് കൂടെ ജോർദാൻ ഇവരെ കയ്യിലായി. ഉസ്മാനി രാജ്യത്തിൽ നിന്ന് ബ്രിട്ടൻ എന്ത് ചെയ്തു? ജോർദാൻ ഇവർ കൊടുത്തു. അബ്ദുള്ള രാജാവായി അബ്ദുള്ള ഒന്നാമനെ എന്തായി? അബ്ദുള്ള ഒന്നാമനെ ഒരു സയ്യിദനെ കൊലപ്പെടുത്തി. നിങ്ങൾ ചതിയനാന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ബ്രിട്ടന്റെ കൂടെ നിന്നവനാണ്, ചതിയനാണെന്ന് പറഞ്ഞ് 1951 കൊലപ്പെടുത്തി. അതിനുശേഷം തലാല് രാജാവായി. തലാലിന് ശേഷം തലാലിന് പ്രാന്തായി. അയാളെ ശേഷം 1952 ഹുസൈൻ രാജാവായി. 1999 വരെ അയാളെ മകനാണ് ഇപ്പോഴത്തെ അബ്ദുള്ള രാജാവ്. ആര് കൊടുത്തതാ നാട്? ബ്രിട്ടൻ. പിന്നെ ഒരു സുന്നികൾ തന്നെ, പക്ഷെ മിണ്ടൂല. എന്തുകൊണ്ട്? ബ്രിട്ടൻ കൊടുത്താണ്. ബ്രിട്ടന്റെ സഹായത്തോടെ അവർ പിടിച്ചടക്കിയതാണത്. അതേ ബ്രിട്ടന്റെ സഹായത്തോടുകൂടെ ഒരു സിറിയയും ഇറാഖും കൂടി പിടിച്ചടക്കിയിരുന്നു. പക്ഷെ അത് ജനകീയ വിപ്ലവം ഉണ്ടാക്കിയിട്ട് അവരെ കയ്യിൽ നിന്ന് പിന്നെ പോയി, പാർട്ടികൾ ഭരിച്ചു. 1918-19 കാലഘട്ടങ്ങളിൽ ഇവരെ വല്യാപ്പ ഹുസൈൻ ബിൻ അലിക്ക് ഇവര് മക്കാരാ. ഹുസൈൻ ബിൻ അലി, ഈ ഹുസൈൻ ബിൻ അലിയുടെ മക്കളായിരുന്നു. ബ്രിട്ടന്റെ സഹായത്തോടു കൂടെ ഹുസൈൻ ബിൻ അലിയാണ് സിറിയ പിടിച്ചടക്കിയത്, ഇറാഖ് പിടിച്ചടക്കിയത്, 1-ാം ലോക മഹായുദ്ധത്തില് ജോർദാൻ പിടിച്ചടക്കിയത്, മദീന പിടിച്ചടക്കിയത്. ലാസ്റ്റ് മദീന കീഴടങ്ങുന്നത് ആയുധം കൊടുത്തിട്ട്. 1919 ആയപ്പോൾ ബാൽഫർ ഡിക്ലറേഷൻ വന്നപ്പോൾ ഇയാൾ രാജാവാണ്. ആ സമയത്ത് ഇയാൾ ബാൽഫർ ഡിക്ലറേഷനെതിരെ പ്രതികരിച്ചു. അങ്ങനെ ഇസ്രായേലി ആട്ടുണ്ടായി, ഞങ്ങളെ മൈക്കുലാറും. അപ്പോൾ ഇയാൾക്കെതിരെ വഹാബികൾക്ക് ആയുധം കൊടുത്തു. ആര്? ബ്രിട്ടീഷുകാരനെ. കാരണം ബ്രിട്ടന്റെ കുട്ടിയാണ് ആര്? ഇസ്രായേലി ആട്ടം. ഇയാളെ നിലനിർത്തിക്കൊണ്ട് ഇസ്രായേലി ആട്ടം ഉണ്ടാക്കാൻ പറ്റൂല, അയാളെ ഒഴിവാക്കി. ഇയാളെ തോണ്ടിയിടാൻ എളുപ്പമുണ്ട്. ഇയാൾക്ക് കൊടുത്തിരുന്ന അതേ ആയുധത്തിന്റെ ബാക്കി വഹാബികൾ കൊടുത്തു. വഹാബികള് 1924 ആയപ്പോഴത്തേനും മക്കി മദീന പിടിച്ചിറക്കി. ഇയാളെയോ സൈപ്രസിലേക്ക് നാടടത്തി. പിന്നെ ഇയാളെ 3 മക്കളെ കയ്യിൽ സിറിയയും ഇറാഖും അമ്മാനുണ്ടായിരുന്നു, ജോർദാൻ ഉണ്ടായിരുന്നു. സിറിയയിലും ഇറാഖിലും ജനകീയ വിപ്ലവം ഉണ്ടായി, മറ്റുള്ളവരെ കൈപ്പെട്ടു, പാർട്ടികൾ ഭരിച്ചു, സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പേര് പറഞ്ഞു. ജോർദാനിൽ ഇവര് അധികാരമില്ലാത്ത അധികാരികളായി ജീവിക്കുന്നുണ്ട്. 1993 ഇവരെന്തുണ്ടായി? ജോർദാനികൾ 1993 ഇസ്രായേലുമായി സഹവർത്തിത്വത്തിന് കരാറൊപ്പിട്ടു. നമുക്ക് ഇനി തർക്കമില്ല, കാരണം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇസ്രായേലും ബ്രിട്ടന്റെ കുട്ടിയാണ്, ജോർദാനും ബ്രിട്ടന്റെ കുട്ടിയാണ്. പക്ഷെ ജോർദാനികൾ സുന്നികളാണ്. രാഷ്ട്രീയ അധികാരം തലയ്ക്ക് പിടിച്ചുപോയി. ബ്രിട്ടനെതിരെ ഒന്നും പറയാൻ പറ്റൂല. എന്നാൽ 1-2 യുദ്ധത്തിൽ അവർ പങ്കെടുത്തു. ഏത് യുദ്ധത്തിൽ? 1949 ഇസ്രായേലിനെതിരെ യുദ്ധം നടന്നു. 1949 ഇസ്രായേൽ 1948 മെയ് 14-ാം തീയതിയാണ് എന്തുണ്ടായത്? ഇസ്രായേൽ രാഷ്ട്രം. ആ ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടായതിനു ശേഷം എന്താ 1949 അവർ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ജോർദാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് അവരെ സുന്നി ശൂരത്വമാണ്. 1967 അവർ ആ സുന്നി ശൂരത്താണ് അവർ പങ്കെടുത്തിട്ടുണ്ട്. 1949 അറബ് ഇസ്രായേൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഈജിപ്ത്, ഫലസ്തീന്, ഫലസ്തീൻ മുസ്ലിങ്ങൾ, ട്രാൻസ് ജോർദാൻ, ഇറാഖ്, സിറിയ, ലബനാൻ, യമൻ. 1949 ഇസ്രായേൽ യുദ്ധത്തിൽ ഇവരൊക്കെ പങ്കെടുത്തു. ഈജിപ്ത്, ഫലസ്തീന്, ട്രാൻസ് ജോർദാന്, ഇറാഖ്, സിറിയ, ലബനാൻ, യമൻ. അതിൽ ആരുണ്ട്? ജോർദാനുണ്ട്, അവരെ സുന്നി ശൂരത്വം. 1967 അറബ് ഇസ്രായേൽ യുദ്ധം ഉണ്ടായിട്ട് 6 ഡേ വാർ. അതിൽ ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ്, ലബനാൻ. 1993 ഇസ്രായേലും ഇവരും തമ്മിൽ ഒരു കോംപ്രമൈസിംഗ് കരാറിൽ ഒപ്പിട്ടു. ഇപ്പൊ കരാറിലാണ്. ഞങ്ങൾ ഒരിക്കലും യുദ്ധത്തിനില്ല, അതാണ് കരാർ. ശരി, തിരിച്ചു വരി. ഈ പേരിൽ ഒരു പേര് വായിച്ച് കേട്ടില്ലല്ലോ, ബഹുമാനപ്പെട്ട പേര്. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഈജിപ്ത് ഉണ്ട്, പലസ്തീനുണ്ട്, ജോർദാനുണ്ട്, ഇറാഖുണ്ട്, സിറിയുണ്ട്, ലബനാനുണ്ട്, യമനുണ്ട്. യമൻ എന്ന വെയ്യ യമനെ സൗദി അടിക്കണ കാലത്താണ് യമൻ കയ്യെന്ന ഒരു പട്ടാളത്തെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് അയച്ചു. 1949 സൗദികൾ യുദ്ധം ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടി? ഷിയാക്കൾക്ക് വേണ്ടി
സുന്നികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ 1949 എവിടെ? യമനില്. 1949 യമനിൽ സൗദി അറേബ്യ യമനെ അടിക്കാൻ. എന്തിനു വേണ്ടി? ഷിയാക്കൾക്ക് വേണ്ടി. ആ സമയത്ത് യമൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സംഘം പട്ടാളക്കാരെ പലസ്തീനിലേക്ക് അയച്ചു അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ. ഈ യുദ്ധത്തിൽ ആര് പങ്കെടുത്തില്ല? സൗദി അറേബ്യ ഇല്ല. എല്ലാ റമളാനിലും വെള്ളിയാഴ്ചയും എന്ന് പറഞ്ഞിട്ട് മക്കത്ത് നിന്ന് ദ്വാരക്കണ ഈ മഹാന്മാരില്ല. 1967 6th Day War ആരൊക്കെ യുദ്ധം പങ്കെടുത്ത രാജ്യങ്ങൾ? ഈജിപ്ത്, സിറിയ, ജോർദാന്, ഇറാഖ്, ലബനാന്. ആരില്ല? സൗദി അറേബ്യ ഇല്ല. ഞങ്ങൾ ശരിയാത്ത് നടപ്പിലാക്കി ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളും എന്ന് പറഞ്ഞ ഒരാൾ ഒരില്ല. ഒരു അണ്ടർവേൾഡ് വേണ്ട. പിന്നെ വല്ലാതെ പുറത്തു വരാൻ പറ്റൂല. തലയെക്കെട്ട് തരികണ്ടല്ലോ നമ്മളെ മൗലാനമാരെ പോലെ. തലയിലുള്ളത് കൊണ്ട് വല്ലാതെ വഹാബികൾക്ക് അനുകൂലമായി പറയാൻ പറ്റൂല. ഇന്നത്തെ ചില മൗലാനമാരെ പോലെ നമ്മെ എന്റെ ഉള്ളുകൂടെ കളിക്കാൻ പറ്റുള്ളൂ. 1949 യുദ്ധത്തിലും സൗദി പങ്കെടുത്തിയ അണ്ടർവേൾഡ് ബന്ധം. എന്റെ ബ്രിട്ടന്റെ കുട്ടിയാണ് സൗദി അറേബ്യ. ബ്രിട്ടന്റെ കുട്ടി തന്നെയാണ് എന്തും ഇസ്രായേലും. ബ്രിട്ടന്റെ കുട്ടി തന്നെയായിരുന്നു ജോർദാൻ. പക്ഷേ 49 67 അവർ പങ്കെടുത്തു. പക്ഷേ 93 കരാറുണ്ടാക്കി. നീ യുദ്ധത്തിനില്ല. നീ അതാതുർക്കോ ശരിയാത്ത് നടപ്പിലാക്കും, മുസ്ലിം ലോകത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് പറഞ്ഞ അധികാരത്തിൽ കയറി 1909 ഏപ്രിൽ 27 കൊട്ടാരം വളഞ്ഞ് ഖലീഫയെ പിടിച്ച് പുറത്താക്കി ഗ്രീസിലേക്ക് സെലോണിക്കയിലേക്ക് നാട് കടത്തിയ അതാതുർക്ക് എന്ത് ചെയ്തു? അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അതാതുർക്കിന്റെ പാർട്ടി ആണ് അന്ന് തുർക്കി ഭരിക്കുന്നത്. അവരെന്ത് ചെയ്തു? സമ്പത്തും സൈന്യവും അയച്ചു കൊടുത്തു, ആയുധം അയച്ചു കൊടുത്തു ഇസ്രായേലിന്. അതുകൊണ്ട് അവർ അതാതുർക്കിനെ പ്രതിമ വെച്ചത്. അവരെന്ത് ചെയ്തു? സാമ്പത്തിക സഹായവും സൈനിക സഹായവും ആയുധ സഹായവും നൽകി തുർക്കി. ആർക്ക്? ഇസ്രായേലിന്, അറബികൾക്കല്ല. സൗദികൾ എത്ര കൊടുത്തിട്ടുണ്ട്? അള്ളാഹു കോടതി വായിക്കുമ്പോൾ കേൾക്കാം. അതേ സമയത്ത് അവർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അണ്ടർവേൾഡ് ബന്ധം. ഇവരാണോ മുസ്ലിം സമുദായത്തിന്റെ രക്ഷിതാക്കന്മാര്? മക്കത്തെ നമ്മൾ ചെല്ലുന്ന സമയത്തൊക്കെ വരും പലസ്തീനെ മോചിപ്പിക്കണമേ, പലസ്തീനെ മോചിപ്പിക്കണമേ എന്ന് ദ്വാരനാൽ കേട്ട് നമ്മളുണ്ടാവും. ഓ വലിയ വലിയക്കന്മാരാണ്. ആരോ പലസ്തീനെ ഇക്കോലത്തിലെ നരനായിട്ട് ഇസ്രായേലിന് കൊടുത്തതാരാ? വഹാബികള്. സൗകര്യം കൊടുത്തരാ വഹാബികള്. പിൽക്കാലത്ത് ഇറാഖിന്റെ ഒരു ആണവ റിയാക്ടർ ഇസ്രായേലിന് ഭീഷണിയായപ്പോൾ ആ ആണവ റിയാക്ടർ തകർക്കാനുള്ള എല്ലാ സൗകര്യവും സൗദി ചെയ്തു കൊടുത്തു. എന്തുകൊണ്ട്? ആ ആണവ റിയാക്ടർ ഇസ്രായേലിന് ഭീഷണിയാണ് എന്നാണ്. ചരിത്രം പഠിക്കുക. ഹുസൈൻ ഇബ്നു അലിയെ സൈപ്രസിലേക്ക് നാട് കടത്തി. അദ്ദേഹത്തിന്റെ മകൻ 1951 ജൂലൈ 20 അദ്ദേഹം അക്സ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു സയ്യിദ്, ഒരു ഹാഷിമിയായ ഒരു സയ്യിദ് തന്നെ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. മുഹമ്മദിയ, മുസ്ലിം സമുദായത്തിനെ ചതിച്ചവനെ എന്ന് പറഞ്ഞു. ബ്രിട്ടീഷിന്റെ അപ്രകഷ്ണം വാങ്ങിയില്ലേ? ഞങ്ങൾ നെഞ്ചത്ത് ഇസ്രായേൽ എന്നൊരു കടാര കുത്തിയിറക്കിയിട്ട് എന്നെ നീ ഒപ്പം നിന്ന് കൊടുത്തില്ലേ? ചതിച്ചവനെ എന്ന് പറഞ്ഞ് വെടിവെച്ചു കൊന്നു. 1951 ജൂലൈ 20 അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ തൊലാൽ രാജാവായി. തൊലാൽ ചില്ലറ ദിവസം കൊണ്ട് പ്രാന്തനായി. 1952 13 മാസമാണ് തൊലാൽ രാജാവായത്. 52 മുതൽ 99 വരെ ഹുസൈൻ രാജാവ് രാജാവായി. അതിനിടയിൽ ഇസ്രായേലുമായി കരാറുണ്ടാക്കി. ഇപ്പോൾ ഹുസൈൻ രാജാവിന്റെ മകൻ അബ്ദുള്ള ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് പിന്നെ ഇവർക്കാണ്. ബ്രിട്ടൻ കൈവശം വെച്ചു ട്രാൻസ് ജോർദാൻ. പിന്നെ ബ്രിട്ടൻ സ്വാതന്ത്ര്യം കൊടുത്തു ആർക്ക്? ഈ ഹുസൈൻ ഇബ്നു അലിന്റെ പേരക്കുട്ടിയായ അബ്ദുള്ളക്ക്. അബ്ദുള്ള ഒന്നാമൻ, പിന്നെ തൊലാൽ, പിന്നെ ഹുസൈൻ, പിന്നെ അബ്ദുള്ള. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടാണ് ത്തോടുകൂടിയാണ് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട്. അതുവരെ ബ്രിട്ടൻ നേരിട്ട് കൈവശം വെച്ചു. എന്തിനെ? ട്രാൻസ് ജോർദാനെ. ആ സമയത്താണ് ഫലസ്തീനെ വെട്ടിമുറിച്ചത്. പകുതി മുസ്ലിങ്ങൾക്കും പകുതി ഇസ്രായേലിനും സിയോണിസ്റ്റുകൾക്കും. എന്നിട്ട് ഒരു ബലമില്ലാത്ത നേർബർക്കട് കൊടുത്തു. ആർക്ക്? ഈ ഹുസൈൻ ഇബ്നു അലിന്റെ പേരക്കുട്ടിക്ക് അബ്ദുള്ളക്ക്. അബ്ദുള്ളയെ ഹാഷിമി കൊന്നു 51. തലാൽ 52 ഭ്രാന്തായി ഒഴിവായി. 99 വരെ ഹുസൈൻ രാജാവ് ഭരിച്ചു. അയാളുടെ മകൻ അബ്ദുള്ള ഇമോൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ഫലത്തിൽ അവർ ബ്രിട്ടന്റെ കുട്ടിയാണ്. ബ്രിട്ടൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. ഇറാഖും സിറിയയും പിൽക്കാലത്ത് ജനകീയ വിപ്ലവം ഉണ്ടായി. സെനിമിയുടെ മക്കളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അവിടെയും സ്വാധീനം ഉള്ളിൽ എല്ലാ സ്വാധീനവും ബ്രിട്ടീഷുകാർക്ക്. കാരണം ബ്രിട്ടന്റെ അധികാരത്തിലായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആ പ്രദേശങ്ങളെല്ലാം. മുസ്ലിം ലോകത്ത് പിന്നെന്താ ഉണ്ടായത്? മുസ്ലിം ലോകത്ത് എല്ലാം നഷ്ടപ്പെട്ടു. മുസ്ലിങ്ങൾക്ക് എല്ലാം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും മുസ്ലിം രാജ്യങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ കഷ്ണം കഷ്ണമായി വീതിച്ചെടുത്തു. ഓരോന്നും. തുർക്കിയുടെ അധികാരം പൂർണ്ണമായി മുസ്തഫ അത്താതുർക്കിന് കിട്ടി. ബ്രിട്ടൻ വളരെ സമ്മതിച്ചു കൊടുത്തു. അയാൾ പിന്നെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഹായിയും ശരീഅത്തിന്റെ ഏറ്റവും വലിയ വിരോധിയുമായി നിലകൊള്ളുന്നത് ചരിത്രം മനസ്സിലാക്കി.
ഇതേ ഹുസൈൻ ബിൻ അലിയുടെ ഭരണം അബ്ദുൽ അസീസ് നശിപ്പിച്ചു. ഹുസൈൻ ബിൻ അലിക്ക് രാജ്യങ്ങൾ പിടിച്ചടക്കാൻ ആയുധം കൊടുത്തതാരാ? സാക്ഷാൽ ബ്രിട്ടീഷുകാർ. ബ്രിട്ടൻ, അതേ ബ്രിട്ടൻ തന്നെ വഹാബികൾക്ക് ആയുധം കൊടുത്തു. അങ്ങനെ വഹാബികൾ 1924 ഈ സൗദിയ എന്ന് ഒരു പേരോടുകൂടെ അംഗീകരിച്ചു. ആ പേര് വന്ന് ആ രാജ്യം വരുന്നതോടുകൂടെ അമേരിക്കയും ബ്രിട്ടനും ആ രാജ്യത്തെ അംഗീകരിച്ചു. കാരണം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കുട്ടിയാണ് ആര്? അൽ മംലക്കത്തുൽ അറബിയ്യത്തു സൗദിയ എന്ന രാജ്യം. ഫഖറുദ്ദീൻ പാഷ 1919 വരെയും മദീന അദ്ദേഹം വിട്ടുകൊടുത്തില്ല. മദീന വിട്ടുകൊടുത്തതേയില്ല. ഒരിക്കലും രാത്രി അദ്ദേഹം പട്ടാളക്കാർ എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രെഞ്ച് കുഴിക്കാം. മദീന ഒരു ഹന്തൊക്കെ കുഴിച്ചതുപോലെ മദീനക്ക് ചുറ്റും പട്ടാളം കയറാതിരിക്കാൻ വേണ്ടി ട്രെഞ്ച് കുഴിക്കുന്നതിനിടയിൽ പട്ടാളം പണിയിലാണോ എന്ന് അറിയാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് കുറച്ച് ആളുകൾ പണിയെടുക്കുന്നത് കണ്ടു. അത് തൻ്റെ പട്ടാളത്തിൽപ്പെട്ടവരല്ല. അവിടെ നടുവിൽ ശുഭ്രവസ്ത്രധാരിയായ ഒരാളുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിലേക്ക് ചെന്നപ്പോൾ അത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് മനാമല്ല, എന്നെ പിന്തുടർന്നു എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിക്കനുസരിച്ച് ചവിട്ടടി വെച്ച് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിനെ കാണാതെയായി. ഒരു വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച മദീന പള്ളിയിൽ കയറി അദ്ദേഹം മിമ്പറിൽ കയറി പൊട്ടി കരഞ്ഞു. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബാരിഹ യഖ്ള, ഇന്നലെ രാത്രി ഞാൻ പുണ്യ റസൂലിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. 1919 അദ്ദേഹത്തെ ബന്ദിയാക്കി മദീനയും പിടിച്ചടക്കി. ആര്? ഹുസൈൻ ബിൻ അലി. പിന്നെ ഹുസൈൻ ബിൻ അലിയെ പരാജയപ്പെടുത്തി 1000 കൊടുത്ത് നേരെ വഹാബികൾ മദീന 1924 പിടിച്ചടക്കി. 1908 1806 മുതൽ അവർ തകർത്ത് തരിപ്പണമാക്കുകയും 1818-36 ഇടയിൽ പുനർനിർമ്മിക്കുകയും ചെയ്ത എല്ലാ മക്ബറകളും എല്ലാ നല്ല സ്ഥാനങ്ങളും 1924 അവർ വഹാബികൾ വീണ്ടും തകർത്തു തരിപ്പണമാക്കി. ഈ അവസ്ഥയാണ്, സ്റ്റാറ്റസ് ക്വോ ആണ് ഇന്ന് നിലനിൽക്കുന്നത്. മുസ്ലിം ഉമ്മത്തിന് ഖിലാഫത്ത് നഷ്ടപ്പെട്ടു. ഖിലാഫത്ത് നഷ്ടപ്പെട്ടപ്പോൾ സംഘടനകൾ ഉണ്ടായി. സംഘടനകൾ മുസ്ലിം സമുദായത്തിന്റെ ഒരു ഉൽപ്പന്നമല്ല. ഒരു സംഘടന മുസ്ലിമീങ്ങളുടെ രീതിയല്ല. ഇതിന്റെയൊക്കെ പിന്നിൽ യൂറോപ്പാ. മുസ്ലിങ്ങൾക്ക് ഒരു കാലത്തും സംഘടന ഉണ്ടാക്കിയിട്ടില്ല. സംഘടന വേണ്ടി വന്നത് ഖിലാഫത്ത് നഷ്ടപ്പെട്ടപ്പോഴാണ്. നിർബന്ധിതരായി സുന്നികൾ. കാരണം ഖലീഫ ഇല്ല, ഒരു വിഷയം പറയാൻ ഇവിടെ ആളില്ല. അപ്പോൾ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കി. അധികാരമൊന്നുമില്ല. പഴയ കാലിക്കാർ ഇന്നത്തെ കാളിയെപ്പോലെയാണ് സംഘടനകൾ. പണ്ടത്തെ കാലിക്ക് അധികാരമുണ്ട്. ഞാൻ ചെയ്യൂല, ചെയ്യിപ്പിക്കാൻ കാലിക്ക് പട്ടാളുണ്ട്. കാലിക്ക് ഇന്നോ ഇന്നൊരു കാലി ഒരു അയാളെ കീഴിലുള്ള ഒരാളോട് ചെയ്യണം എന്നാണ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നാ ചെയ്യല്ല, എന്താ ഒന്നും പറയാനില്ല. ഇന്നത്തെ കാളിയുടെ സ്ഥാനമേ ആർക്കുള്ളൂ? മുസ്ലിം സംഘടനകൾക്കുള്ളൂ. അത് നിർബന്ധാവസ്ഥയാണ്. സമസ്ത ഒരു നിർബന്ധാവസ്ഥ ഉണ്ടാക്കിയതാണ്. ചില വിട്ടികൾ ചോദിക്കും, ആദ്യം ഉണ്ടാക്കിയത് ഞങ്ങളല്ലേ, പിന്നല്ലേ ഞങ്ങൾ ഉണ്ടാക്കി. ശരിയാണടാ, അൽഹംദുലില്ലാഹ്, ശരി തന്നെ. കാരണം സംഘടന യൂറോപ്യൻ ഉൽപ്പന്നമാണ്. 1921 കേന്ദ്രം ഉണ്ടാക്കി, ഐക്യസംഘം ഉണ്ടാക്കി. 1926 സമസ്ത ഉണ്ടാക്കി. ഇവിടെ വഹാബികളെ സംഘടന ഉണ്ടാക്കിയിട്ട് പിന്നെ 5 കൊല്ലം സമസ്ത കാത്തുന്നു. ആലിമീങ്ങൾ സമസ്താനല്ല, അന്ന് ആലിമീങ്ങൾ ഉണ്ട്, സംഘടന ഉണ്ടാക്കിയ. ഇനി സംഘടന ഇല്ലാത്ത നിർവാഹമില്ലാതായത് കൊണ്ട് സംഘടന 26 സംഘടന മുസ്ലിം രീതിയല്ല, ഖലീഫ മുസ്ലിം രീതി. പ്രശ്നം ഉണ്ടായ ഖലീഫയോട് പറയും, ഖലീഫ ഒതുക്കും. ഖലീഫക്ക് എല്ലാവിധ സൗകര്യമുണ്ട്. വായു കൊണ്ട് തോൽപ്പിക്കേണ്ടവരെ വായു കൊണ്ട് തോൽപ്പിക്കും, കൈ കൊണ്ട് തോൽപ്പിക്കേണ്ടവരെ കൈയോട് തോൽപ്പിക്കും. ആര്? ഖലീഫ. അല്ലെങ്കിൽ ഞങ്ങളോട് ആലോചിക്കും, ഇപ്പൊ നമ്മൾ വഹാബികൾക്കെതിരെ ഉണ്ടാക്കിയ സംഘടനയാണല്ലോ ഏത്? വഹാബികൾക്കെതിരെ സംഘടന ഉണ്ടാക്കിയതാണല്ലോ സമസ്ത. എന്നുണ്ടാക്കിയത് 26. ശരി, എങ്കിൽ വഹാബ് എന്നുണ്ടായത് 18-ാം നൂറ്റാണ്ടിലാണല്ലോ. 1744 ഇബ്നു സഊദും മുഹമ്മദ് അബ്ദുൽ വഹാബും തമ്മിൽ അലയൻസ് ആയിട്ട് അവർ വഹാബിയത്തെ പ്രചരിപ്പിക്കാൻ ഇറങ്ങുന്നത്. എവിടെയെങ്കിലും ഒരു സമസ്ത ഉണ്ടായത് നിങ്ങൾ ഒരു അറിവിലുണ്ടോ? ലോകത്തെ ഒരു മുസ്ലിം രാജ്യത്ത് വഹാബിയത്തിനെതിരെ ഒരു സംഘടന ഉണ്ടായില്ല. എന്തുകൊണ്ട്? അത് സാധാരണക്കാർ ഉത്തരവാദിത്തമല്ല. ബിദഅത്ത് കടന്നുകൂടിയാൽ ഇത് അമർച്ച ചെയ്യേണ്ടത്, ഹുജ്ജത്ത് കൊണ്ട് അമർച്ച ചെയ്യേണ്ടത്, നാവ് കൊണ്ട് അമർച്ച ചെയ്ത പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം, നേതൃത്വം സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ഖലീഫന്റെ ഉത്തരവാദിത്വമാണ്. ഖലീഫ അമർച്ച ചെയ്തു, സംഘടന ഉണ്ടായില്ല. അതേ സമയത്ത് ഐക്യസംഘം ഉണ്ടായപ്പോൾ 26 സമസ്ത നിർബന്ധാവസ്ഥ ഉണ്ടാണ്ടിരുന്നു. എന്തുകൊണ്ട്? ഖലീഫല്ല. അവിടെയും സംഘടന കൊണ്ടത് ആദ്യം വഹാബികളാ. പറഞ്ഞു മനസ്സിലായില്ലേ? ലോക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മതസംഘടന 1912 നവംബർ 18 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വഹാബികൾ ഉണ്ടാക്കിയ മുഹമ്മദിയ എന്ന സംഘടനയാണ് മതസംഘടന. പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനെ പറ്റി അല്ലേ പറയുന്നത്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ മതസംഘടന. ഇപ്പൊ മതസംഘടന ധാരാളമുണ്ട്. SKSF, SOS, സമസ്ത, സമസ്ഥാന, KNM, ISM, മറ്റേ എം, മറിച്ച എം ഒക്കെ കുറെ ഉണ്ട്. ഇതൊക്കെ റിലീജിയസ് മൂവ്മെന്റ്സും ആക്ടിവിറ്റീസും ആണ്. ഇത് പണ്ടില്ല. 20-ാം നൂറ്റാണ്ടിന്റെ മുമ്പ് വരെ മുസ്ലിം ലോകത്ത് ഒരു സംഘടന ഇല്ല. സംഘടന യൂറോപ്യൻ ഉൽപ്പന്നമാണ്. എന്താ സംഘടന? സംഘടന എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല. ഖലീഫക്കോ എല്ലാം നടക്കും. ലോക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മതസംഘടന 1912 നവംബർ 18
ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഉണ്ടായ അവിടുത്തെ ഡോക്ടർ ഹൈദർ നാഷിർ എന്ന ഒരു വഹാബിന്റെ 1912 നവംബർ 18 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഉണ്ടാക്കിയ മുഹമ്മദീയ എന്ന സംഘടനയാണ് ആദ്യത്തെ മുസ്ലിം മതസംഘടന. അതും വഹാബികൾ ഉണ്ടാക്കിയതാണ്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മതസംഘടനയും വഹാബികൾ ഉണ്ടാക്കിയതാണ്. വഹാബികൾ സംഘടന ഉണ്ടാക്കി 1921 ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ പിന്നെയും കാത്തുന്നു 5 കൊല്ലം. എന്നിട്ട് സമസ്ത ഉണ്ടാക്കിയ കാലത്ത് തന്നെ സംഘടന വേണ്ട എന്ന് പറഞ്ഞ സൂക്ഷ്മശാലികളായ ആലിമീങ്ങൾ വരണ്ടായിരുന്നു. പക്ഷെ നിർവാഹമില്ലാതെ സംഘടന പാടില്ല, സംഘടന അല്ല എന്ന് പറയുന്നവർ അക്കാലത്തെ ആലിമീങ്ങളിൽ ഉണ്ടായിരുന്നു, സൂക്ഷ്മശാലികൾ. പക്ഷേ ചെയ്തവർ തെറ്റല്ല, നിർവാഹമില്ല. കാരണം വഹാബികൾ നാടാകെ ഒരു സംഘടനയുടെ പേരിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടാണെങ്കിൽ ഈ കാര്യത്തിന് ഉത്തരവാദിത്തം ആർക്കാണ്? ഖലീഫക്കാണ്. ലോകത്തെവിടെയെങ്കിലും ഇവിടുന്നാണ് അറിയിച്ചാൽ മതി. ഇത് തന്നെ മുസ്ലിം ലോകം തകർന്നു. തമ്മാടികളായ മുബ്തദികളായ ദീനിനോട് കുലബന്ധം പോലും ഇല്ലാത്ത തമ്മാടികൾ മുസ്ലിം ലോകത്തെ തകർത്തു. പിന്നെ ഇവിടെ നാഥനില്ലാത്ത കളരിയായി. ഊണുപോലെ ഒരധികാരവുമില്ലാത്ത മുസ്ലിം സംഘടനകൾ മുളച്ചു പൊങ്ങി. അവർ മുസ്ലിം സമുദായത്തിന് ഇന്നത്തെ ഭാരമാണ്. ആരതുണ്ടാക്കിയത്? വഹാബികൾ. അതുണ്ടാകേണ്ടി വന്ന എന്നോട് ഖിലാഫത്താലില്ലാതാക്കി. അതും വഹാബികൾ. കേരളത്തിലെ ആദ്യത്തെ മതസംഘടന ഏതാ? ആദ്യത്തെ മുസ്ലിം മതസംഘടന 1921 ഐക്യസംഘം. ആലിമീങ്ങൾ അപ്പോഴുണ്ടാക്കിയില്ല, സുന്നി ആലിമീങ്ങൾ. നിർബന്ധാവസ്ഥയിൽ പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് ദിഫാ, പ്രതിരോധം എന്ന നിലയിൽ 1926 സമസ്ത ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഘടന കൂടുമോളം വർഷം ഉണ്ടിയാലോ ഖലീഫുണ്ടെങ്കിൽ നിർത്തിക്കളി. ഇന്ന് നിർത്തി എന്ന് പറയാൻ ആളില്ല. അതുകൊണ്ട് തിരിച്ചറിയണം. സുന്നികൾ ലോകത്തധികാരികളായ കാലത്ത് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാവരും സന്തോഷത്തോടെ ഏകോദര സഹോദരങ്ങളായി ജീവിച്ചിട്ടുണ്ട്. അതെല്ലാം വഹാബിയത്തിന്റെ ഇൻഫ്ലുവൻസിലൂടെ നഷ്ടപ്പെട്ടു പോയി. അവർ ഭീകരവാദം വളർത്തി എന്ന് മാത്രമല്ല 1960-കൾക്ക് ശേഷം അവർക്ക് പണം കൈവന്നു. ആ പണം മുഴുവനും വഹാബിസം പ്രചരിപ്പിക്കാൻ ആര് പ്രേരിപ്പിച്ചു? ബ്രിട്ടൻ അമേരിക്കയും. വഹാബിസം പ്രചരിപ്പിക്കണമെന്ന് അവരെ പ്രേരിപ്പിച്ചത് ആര്? സാക്ഷാൽ ബ്രിട്ടൻ അമേരിക്കയും. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങളിൽ ശിഥിലീകരണം ഉണ്ടാകണമെങ്കിൽ വഹാബിസം പ്രചരിപ്പിക്കപ്പെടണം. കോൾഡ് വാറിന്റെ സമയത്ത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ വഹാബിസം പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞത് സാക്ഷാൽ മുഹമ്മദ് ബിൻ സൽമാന. ഇന്നത്തെ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു കോൾഡ് വാറിന്റെ സമയത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ നാടുകളൊക്കെ കയറി വന്നു. അവരെ പണം എല്ലായിടത്തും വന്നപ്പോൾ സുന്നി മൗലാമാന്മാരും ഒരളവോളം ഇവരെന്നെ ഖിയാമത്ത് വരെ ഭരിക്കുക, മിണ്ടണ്ടെന്ന് പറയാൻ തീരുമാനിച്ചു. മഹദി മാവലും നമ്മൾക്ക് ഓതി കൊടുക്കണം മഹദിയിലെ വിശ്വാസമുള്ളൂ, ജീവിക്കുന്ന മഹദിയിൽ വിശ്വാസമല്ല. എല്ലാം തകർന്ന് തരിപ്പണമായി. എല്ലാം ലോക മുസ്ലിം രാജ്യത്തിന്റെ പ്രതീകമായി ഇപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയാണ്. അവരുടെ കയ്യിൽ എന്ത് ദീൻ? ലോക മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്താലും ഒരു പ്രശ്നമില്ല, ദീനില്ലാതെ പ്രശ്നമില്ല. എന്തുകൊണ്ട്? അവർ ബ്രിട്ടന്റെ കുട്ടിയാ, ഉണ്ടൂല. അതിന് പുറമെ അവരെ പണം മുഴുവനും ചെലവഴിക്കുന്നത് വഹാബിസവും ടെററിസവും ഭീകരവാദവും ചെലവഴിക്കാനാണ്. ഭീകരവാദം വേറെയില്ല, വഹാബിസം തന്നെ ഭീകരവാദം. യൂറോപ്പിൽ ഹോളി റോമൻ എംപയർ ഒരു ഇൻക്വിസിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇൻക്വിസിഷൻ നടത്തിയത് വഹാബികളാണ്. 100 കോടി ജനങ്ങളെയാണ് യൂറോപ്പിൽ ഇൻക്വിസിഷൻ കാലത്ത് ഹോളി റോമൻ എംപയർ കൊന്നത്. അതേ പണി 1744-ന്റെയും 1818-ന്റെയും ഇടയിൽ ഹിജാസിൽ ഇവർ ചെയ്തു. പിന്നെ 1902-ന് ശേഷം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു നിർബന്ധ ബാധ്യത പോലെ നേർച്ച പോലെ ചെയ്തൊരു അമലാണ്. അതിനെല്ലാ സൗകര്യവും എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നു. അള്ളാഹുവിന്റെ മലക്കുകളും ഭൂമിയിലെ സ്വാലിഹ്യങ്ങളും ദുആ ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു.